ഇപ്പോഴ അയാൾ ആരാണെന്ന് അയാൾക്ക് പിടിവീഴുമെന്ന് മനസ്സിലായപ്പോൾ അയാൾ കേരളം വിട്ടു, കേദാർനാഥിൽ പോയി. അവിടെ ഇപ്പം മരിച്ചു കിടക്കുന്ന ഏത് രീതിയിലാണ് എന്ന് നമുക്ക് വ്യക്തതയില്ല. ആ ഇയാളെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂർ അറിയിച്ചപ്പോൾ അവിടുത്തെ തൃശ്ശൂരിൽ തന്നെ ഒരു അന്വേഷണ ടീം ഡൽഹിയിലുണ്ട്. അവരോട് ഉത്തരാഖണ്ഡിലേക്ക് പോയി ആ വിവരങ്ങളുടെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ തന്നെയാണ് മരിച്ചതെന്ന് അയാളുടെ ഫോട്ടോ കൊണ്ടൊന്നും അയാളുടെ കൈവശം ഉണ്ടായിരുന്ന രേഖകളിൽ നിന്നുമൊക്കെ മനസ്സിലാവും. ഈ തൃശ്ശൂരെ കേസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രേഖകൾ ഇയാളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കും എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇയാൾ അവിടെ മരണപ്പെട്ടു പോയിരിക്കുന്നത് കൊണ്ട്, അയാൾ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചുകൊണ്ട് അവിടെ ഇതിന്റെ റെക്കോർഡുകളൊക്കെ ഇയാളെ കൈവശിരിക്കുന്നത് സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് കേരളത്തിലെ തൃശ്ശൂരുള്ള ഇരട്ടക്കൊല കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ റെക്കോർഡുകൾ ഇപ്പം പോകുന്നവര് തൃശ്ശൂർ കൊണ്ടുവന്നിട്ട് ആ കേസിന്റെ ഒപ്പം ചേർക്കുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ആള് മരണപ്പെട്ടു. അയാൾക്കെതിരായിട്ടൊരു പ്രോസിക്യൂഷൻ സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. അയാൾ തന്നെയാണ് എന്നിപ്പം കൺഫർമേഷൻ വരും. ഈ 3 കേസുകൾ അല്ലെങ്കിൽ 3 കൊലപാതകങ്ങളും അതിന് കുറ്റചാർജ് പോലീസ് തയ്യാറാക്കിയെങ്കിലും ഫർദർ ആക്ഷൻ ഡ്രോപ്പ് ചെയ്ത് പോകും. ഒരു നടപടി എടുക്കാൻ കഴിയില്ല എന്നാണ് വരുന്നത്.